ഈ സലഫിയത്തും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ എടുത്തു നോക്കി ഒന്നാണ് രണ്ടാമത്തെ ഫത്വ ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് ഇന്ന ശേഖ് ഇന്ന ഫത്വ എടുത്തില്ലെന്ന് പറയും. എനിക്ക് അങ്ങനത്തെ ബഹുമാനപ്പെട്ട ആളുകളോട് പറയാനുള്ളത്, ആ ഫത്വ എടുക്കേണ്ടതിന് മുമ്പ് ആദ്യമായിക്കൊണ്ട് നിങ്ങൾ വായിക്കേണ്ട ഒരു കിതാബുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുള്ളയുടെ ഇഅ്ലാമുൽ മുവഖ്ഖീൻ അൻ റബ്ബിൽ ആലമീൻ എന്ന ഒരു കിതാബുണ്ട്. ആ കിതാബ് 4 വാള്യാണ് പഴയ കോപ്പി ഉള്ളത്, 5 വാള്യാണ് പുതിയ കോപ്പി ഉള്ളത്. അതൊന്ന് പരിപൂർണമായിട്ട് തിരിണ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചതിന് ശേഷം, അല്ലെങ്കിൽ വായിപ്പിച്ചതിന് ശേഷം ദയവ് ചെയ്ത് ഫത്വകൾ എടുത്താൽ മതി. കാരണം ഇസ്ലാമിക ശരീഅത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഓരോ വ്യക്തിക്കും ഓരോ ശരീഅത്താണ്. അത് ശരീഅത്ത് പഠിച്ച ആളുകൾക്കറിയാം. ഓരോ വ്യക്തിക്കും ഓരോ ശരീഅത്താണ്. എനിക്ക് ഹജ്ജ് നിർബന്ധം ഉണ്ടാവില്ല, എന്നാൽ എന്റെ ഒപ്പം കുത്തിരിക്കുന്ന അദ്ദേഹത്തിന് ഹജ്ജ് നിർബന്ധം ഉണ്ടാവും. എന്തേ കാരണം? എന്നെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോകുവാൻ ആവശ്യമായ സാമ്പത്തിക സ്ഥിതി എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഹജ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലോ എന്റെ കൂടെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമൊന്നുമില്ല, ആരോഗ്യപരമായിട്ട് പ്രശ്നമില്ല, പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, ഓനക്ക് ഹജ്ജ് നിർബന്ധമായി. രണ്ടാക്കും ഒരേ ഇസ്ലാമിലുള്ളത്, രണ്ടാക്കും 2 ഹുക്കുമാണ് ഹജ്ജിന്റെ വിഷയത്തിൽ വന്നപ്പോൾ ഉണ്ടായത്. ഓരോ ആളുകൾക്ക് അനുസരിച്ച് എന്ത് വരും? ശരീഅത്തിൽ മാറ്റം വരും. അല്ലാഹ് റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ. മൂപ്പരോട് പറയേണ്ടത് അതായിരുന്നു ഫത്വ. വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളലു യാ റസൂലല്ലാഹ്. അപ്പൊ അയാളോട് റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? അൽ ജിഹാദു ഫീ സബീലില്ലാഹ് എന്നാണ്. മൂന്നാമത്തെ ആൾ ഇതേ ചോദ്യം ചോദിച്ചപ്പോ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞ മറുപടി എന്താ? ബിർറുൽ വാലിദൈൻ എന്നാണ്. മൂന്നാളും ചോദിച്ചത് ഒരേ ചോദ്യം, മൂന്നാൾക്കും കൊടുത്തത് 3 ഉത്തരം. ചോദിക്കുന്നവൻ ആര്, ചോദിക്കുന്നവന്റെ സാഹചര്യം എന്ത്, ചോദിക്കുന്നവന്റെ അവസ്ഥ എന്ത്, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മുഫ്തിമാരെന്താക്കാറുള്ളത്? ഫത്വ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചോദിച്ച വ്യക്തിയുടെ സാഹചര്യവും സന്ദർഭവും ആർക്കെല്ലാം ഒക്കുന്നുവോ അവർക്ക് ആ ഫത്വ ബാധകമാണ്, അല്ലാത്തവർക്ക് ആ ഫത്വ ബാധകമേ അല്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വീണ്ടും വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിസ്ലാമികമായ സമൂഹത്തിന്റെ കൂടെ ജീവിച്ച, അനിസ്ലാമിക ഭരണകൂടത്തിന്റെ ഉള്ളിൽ എന്നൊരു അർത്ഥത്തിൽ പറയാൻ പറ്റുന്ന രൂപത്തിൽ ജീവിച്ച മക്ക കാലഘട്ടവും, അതുപോലെ തന്നെ അതിനുശേഷം ഇസ്ലാമിക ഭരണകൂടമായി കൊണ്ട് ജീവിച്ച മദീന കാലഘട്ടവുമുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടങ്ങളിൽ ഏത് രൂപത്തിലാണോ ജീവിച്ചു കാണിച്ചു തന്നത് എന്നത് ഓരോ രാജ്യത്തു നിന്നും ഫത്വ ചോദിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് മുഫ്തിമാർ നോക്കും. അതുകൊണ്ടാണ് മുഫ്തിമാര് പറയും, സ്വന്തം നാട്ടിലെ വിഷയത്തിൽ ആദ്യം ഫത്വക്ക് പോകേണ്ടത് സ്വന്തം നാട്ടിലെ മുഫ്തിന്റെ അടുത്ത് കാണുന്നതാണ്. കാരണം അദ്ദേഹത്തോളം ആ നാടിന്റെ സാഹചര്യം ഒരിക്കലും തന്നെ മറ്റൊരാൾക്കും പറഞ്ഞു വിശദീകരിച്ചു കൊടുത്താൽ മനസ്സിലാവില്ല എന്നാണ്.